ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു അടിപൊളി പാർക്കിലാണ്. നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് ഇരിക്കാനും ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഊഞ്ഞാലിൽ കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. ഇതാ എൻ്റെ അനിയത്തി ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇവിടെ നമുക്ക് കുറേ പ്രതിമകളെയൊക്കെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് ഫോട്ടോസൊക്കെ എടുക്കാനും കുട്ടികൾക്ക് കളിക്കാനും പറ്റിയ ഒരു പാർക്കിലാണ്. ഞാനും എൻ്റെ അനിയത്തിയും ഇതിൽ കയറി കറങ്ങുകയാണ്. ഇവിടെ ഒരു സുന്ദരനായ ഒരു ഒട്ടകമുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി സഫാരി ചെയ്യാം. അതെന്തോ കാര്യമായി ചവയ്ക്കുന്നുണ്ട്. അതെന്താന്ന് അറിയില്ല. അത് ചവയ്ക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ രണ്ട് കൊമ്പനാനയും ഒരു പിടിയാനയും ഉണ്ട്. പിടിയാനയുടെ മുകളിൽ ഇരുന്ന് സഫാരി ചെയ്യാം. ഇതാ ഇവിടെ ഒരാൾ ഉറങ്ങിക്കൊണ്ട് കഴിക്കുന്നു. ഇനി നമ്മൾ വന്നത് ബേർഡ് സെക്ഷനിലേക്കാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഡക്കിനെയാണ്. അതിൻ്റെ പേര് കയുഗ ഡക്ക്. അതിൻ്റെ തൊട്ടടുത്ത് ഗൂസ് അല്ലെങ്കിൽ വാത്ത എന്ന കുറച്ച് ഡക്കുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോഴികളെ കാണാം. ഇതിൻ്റെ പേര് ഗോൾഡൻ പോളിഷ് ക്യാപ്പ് എന്നാണ്. ഇവിടെ മറ്റൊരാൾ നമ്മുടെ വീഡിയോയ്ക്കായി പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എമു ആണ്. ഇവിടെ നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഗിനി പിഗിനെ കാണാം. ഇവിടെ ഒരു സുന്ദരി ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനെ നമുക്ക് കയ്യിലൊക്കെ എടുക്കാം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത് കൊത്തും. കൊത്താതിരിക്കാൻ അതിൻ്റെ വായിൽ കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ കല്ലും പിടിച്ച് കടിച്ചിരിക്കുകയാണ് കേട്ടോ.
ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. ഓസ്ട്രിച്ച്. കഴുത്തൊക്കെ വളച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മറ്റൊരു ബ്ലാക്ക് ഓസ്ട്രിച്ചിനെ കാണാം. ഇതിലൊന്ന് മെയിലും ഒന്ന് ഫീമെയിലുമാണ്. ഇവിടെ കുറച്ച് റെഡ് പാരറ്റിനെ കാണാം. ഭയങ്കര കുസൃതിയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, തുണി വെച്ച് കൊടുക്കുമ്പോൾ അത് കൊത്തുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സിനെ കാണാം. അതിൻ്റെ പേര് വൈറ്റ് സിൽക്കി. ഗ്യൂനിഫോൾ എന്നറിയപ്പെടുന്ന ചില പക്ഷികളുണ്ട്. ഈ കാണുന്നത് ഇഗ്വാനയാണ്. എന്തോ കണ്ടതുപോലെ ഇരിക്കുന്നുണ്ട്. ഒരാൾ ഇഴഞ്ഞങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓറഞ്ച് ഇഗ്വാനയും ഗ്രീൻ ഇഗ്വാനയും കാണാം. രണ്ടുപേരും മരത്തിൽ ചാഞ്ഞിരിപ്പുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് വെറൈറ്റി പക്ഷികളെ കാണാം. അതിൻ്റെ പേര് ഗോൾഡൻ ഫെസന്റ് എന്നാണ്. ഇത് മെയിലാണ്. ഇതതിൻ്റെ ഫീമെയിലാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ആടുകളെയാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നമുക്ക് കുറച്ച് ബേർഡ്സിനെ കാണാം. അതിൻ്റെ തലയിൽ യെല്ലോ കളറാണ്. അതിൻ്റെ കണ്ണിൻ്റെ അടുത്തായിട്ട് ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബേർഡ്സിനെ കാണാം. ഈ ബേർഡ്സിനെ കണ്ടോ? എന്ത് ഭംഗിയാ കാണാൻ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഒരാൾ എൻ്റെ അനിയത്തിയുമായിട്ടിരുന്ന് കളിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും അതിനകത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ നോക്കി നടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഊഞ്ഞാലാടുകയാണ്. എൻ്റെ അനിയത്തി അവിടെ പേടിച്ചിരിക്കുകയാണ്. മറ്റു കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഭയങ്കര സന്തോഷത്തോടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളിവിടെ രണ്ടുപേരും സ്ലൈഡിൽ കളിക്കുകയാണ്. ഇവിടെ മാനിന് പുല്ല് കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിമയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷം. ഈ സ്ഥലത്ത് വന്നിട്ടുള്ളവർ ഈ സ്ഥലത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.